ലോകം മുഴുവൻ ക്രിസ്തുമസും പുതുവത്സരവും കൊണ്ടാടുന്ന ഈ ആഘോഷവേള ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ലൈവ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. മറ്റൊന്നുമല്ല, ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അലങ്കാരപ്രദമായ പള്ളികളും തെരുവോരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. വർണ്ണശലഭമായ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ഇലുമിനാറ്റി ലൈറ്റുകളും പലയിടങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലൈറ്റുകളുടെ പലതരത്തിലുള്ള ഡിസ്കോ ഡാൻസുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സോഷ്യൽ മീഡിയകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക വീടുകളിലെയും അലങ്കാരപ്രദമായ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന പല തരത്തിലുള്ള ഡെക്കറേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചർച്ചുകൾ, പള്ളികൾ, പലതരത്തിലുള്ള പള്ളികളും ഈ ലൈറ്റുകൾ കൊണ്ടും നക്ഷത്രങ്ങൾ കൊണ്ടും പുൽക്കൂടുകൾ കൊണ്ടും എന്താ പറയാ ക്രിസ്മസ് ട്രീകൾ കൊണ്ടും അലങ്കൃതമായി നിൽക്കുന്ന ഒരു കാഴ്ചകൾ നമുക്ക് പലയിടങ്ങളിലും കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര ചെയ്തു. ആ യാത്രയിൽ കണ്ട ചെറിയൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ യാത്രയിൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യം, യാത്ര ചെയ്യുമ്പോൾ വലിയൊരു പള്ളി കാണുവാനിടയിൽ, മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന പള്ളി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു പള്ളി തന്നെയായിരുന്നു. അതിന്റെ ഉയരം വളരെ ഉയരമുള്ള പള്ളിയായിരുന്നു. അതിന്റെ ചുറ്റും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അവിടെയുള്ള ആൾക്കാരൊക്കെ വളരെ സന്തോഷപരമായിട്ടുള്ള ആൾക്കാരായിരുന്നു. ആ പള്ളിയുടെ എന്താ പറയാ റേറ്റ് ഞാൻ ചോദിക്കും, കോടികൾ കൊണ്ട് പണിതിരിക്കുന്ന ഒരു ചർച്ചായിരുന്നു അത്. ഈ ചർച്ച് കണ്ടപ്പോൾ ഞാനും വിസ്മയിച്ചു, എന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനും വിസ്മയിച്ചു നിന്നു. എന്ത് വലിയ പള്ളിയല്ലേ, എന്ത് വലിയ ചർച്ചയല്ലേ. അപ്പൊ പെട്ടെന്ന് ദൈവാത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് തന്ന ഒരു വാക്യം നിങ്ങളോട് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. അത് മറ്റൊന്നുമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ചിലർ ദേവാലയത്തെ കുറിച്ച് അത് മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ ഒരു കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ കാലം വരും എന്ന് ഞാൻ പറഞ്ഞു എന്നും അവൻ പറഞ്ഞു. അപ്പോ നമ്മളിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലായാലും ശരി, യഹൂദന്മാരുടെ ജീവിത കാലഘട്ടത്തിലായാലും ശരി, നമ്മൾ നോക്കുമ്പോൾ അവർ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് ദൈവാലയങ്ങളിലായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലും പലരുടെയും പോക്ക് ഇപ്രകാരം ദൈവാലയങ്ങളിൽ നിന്നും ഇപ്രകാരം ദൈവാലയത്തെ കുറിച്ചും അല്ലെങ്കിൽ ആ ബാഹികമായ ചില കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായി പോയോ എന്ന് വരെ സംശയിക്കത്തക്ക രീതിയിലാണ് പലരുടെയും പോക്ക് എന്ന് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നു. മറ്റൊന്നുമല്ല, അലങ്കാരപ്രദമായ പള്ളികളുടെ ഉയർച്ച അല്ലെങ്കിൽ അതിന്റെ വ്യാസം, പല കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ നമുക്ക് തോന്നും വീണ്ടും ഇതേ കാര്യം തന്നെയാണ്. എന്താണ്, ചിലർ ദേവാലയത്തിൽ മനോഹരമായ കല്ലുകൾ കൊണ്ട് വഴിപാടുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കും. ഇന്നത്തെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പലരും ചർച്ചകളിൽ പറയുന്ന കാര്യം, പള്ളി പണിയാൻ വേണ്ടി ഇത്ര പൈസ, എന്റെ ഇന്ന കുടുംബം 1 കോടി രൂപ തന്നു, ഇന്ന കുടുംബം ഇത്ര ലക്ഷം രൂപ തന്നു, ഇന്ന കുടുംബം അവർ കുടുംബ മഹിമ വെളിപ്പെടുത്തുവാൻ വേണ്ടി പള്ളികൾക്ക് വേണ്ടി കൊടുക്കുന്നു, അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി കൊടുത്ത എന്തെങ്കിലും നേട്ടം കിട്ടുമോ എന്നുള്ള രീതിയിൽ പലരും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ബൈബിൾ എന്താണ് പറയുന്നത്? വചനം എന്താണ് നമ്മൾ സംസാരിക്കുന്നത്? ദൈവം പറഞ്ഞു, ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത നാൾ വരും. അത് സംഭവിച്ചു കഴിഞ്ഞു, അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു, നമുക്കറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം വസിക്കുന്നത് ആലയത്തിനുള്ളിലാണ്. യഥാർത്ഥത്തിൽ ദൈവിക പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയാണ് ഇരിക്കുന്നത്? അത് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ശമര്യ സ്ത്രീയുടെ അടുത്ത് ചെന്ന സമയത്ത് യേശുക്രിസ്തുവിനോട് ശമര്യ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് അവിടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം, 23 മുതലുള്ള വാക്യങ്ങൾ. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിനും സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു മരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്ന നിങ്ങളിവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അതിനു മുന്നമേ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു, നമസ്കരിക്കേണ്ട സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. ആ കാലം മുതലേ ചിന്തിച്ചു വരുന്ന ഒരു കാര്യമായിരുന്നു യെരുശലേമിൽ അല്ലെങ്കിൽ ഒരു വിശിഷ്ട സ്ഥലത്ത് മാത്രമായിരുന്നു ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ പള്ളികളെ മോടി പിടിപ്പിച്ചുകൊണ്ട് പള്ളികൾ വലിയ പണമൊക്കെ ചെലവഴിച്ചുകൊണ്ട് വലിയ വലിയ കൂറ്റ
വലിയ വലിയ പള്ളികൾ പണിയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആ കാലഘട്ടം സെയിം ആയിരുന്നു. യെരൂശലേമിലായിരുന്നു ദൈവം വസിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാലം. അവിടെ നിന്ന് മാറി ദൈവം പറയുന്ന, യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ചൂണ്ടിക്കാണിക്കാനായിരിക്കും. യഥാർത്ഥത്തിൽ ദൈവം എവിടെയാണ് വസിക്കുന്നത്? പള്ളികളിലാണോ, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന കൂറ്റൻ കെട്ടിടങ്ങളിലാണോ, എവിടെയാണെന്നുള്ള കാര്യത്തെ നിങ്ങൾക്ക് ചൂണ്ടി വരച്ച് കാട്ടുവാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 24-ാമത്തെ വാക്യം, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്ന ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവത്തെ കുറിച്ച് യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യം, പിതാവ് ഇച്ഛിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധന കലയാണ്. ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. ദൈവം ആത്മാവായതുകൊണ്ട് ദൈവം വസിക്കുന്നതും ദൈവം ആത്മാവാകും. അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും ഇന്ന് പലരും കാണുന്നു. പള്ളികളിൽ മാത്രമാണ് ദൈവം വസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബിംബത്തെ കണ്ടിട്ട് ആ ബിംബത്തിലാണ് ദൈവം വസിക്കുന്നത്. ഇന്ന് ഒരു സ്റ്റാച്യൂലൊക്കെ ദൈവത്തെ കാണുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷെ അതല്ല, ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. ദൈവം വസിക്കുന്നത് നമ്മളിലാണ്. നമ്മളിലൂടെയാണ് ദൈവം നമ്മളിലാണ് വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏദൻ തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം മനുഷ്യരോട് കൂടെ നടന്ന്, ദൈവം മനുഷ്യരോടൊപ്പം നടന്ന് മനുഷ്യരോടൊപ്പം സംസാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നു. അവിടെ പാപം കടന്നു വന്നത് മൂലം ദൈവമായിട്ടുള്ള സമ്പർക്കം അവിടെ ഇല്ലാതായിപ്പോയി. ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. അതിന് പോംവഴിയായിട്ട് ദൈവം ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, മനുഷ്യൻ ദൈവത്തിലേക്ക് അടുത്ത് ചെന്ന് ദൈവം മനുഷ്യനിൽ വസിച്ചുകൊണ്ട് ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, ഇന്ന് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് മാറി അകന്ന് ജീവിക്കുന്നു. കെട്ടിടങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നു. കെട്ടിടങ്ങൾ, അലങ്കാരങ്ങൾ, നേരത്തെ വായിച്ച വാക്കിന്റെ അടിസ്ഥാനത്തിൽ ദൈവാലയം അതിന്റെ കല്ലുകൾ വളരെ മനോഹരം, വഴിപാടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞതിന്റെ അതേപടി തന്നെ ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവാലയം അവർ വളരെ മനോഹരമായി പണിയുന്നു. പക്ഷെ ആ ആലയത്തിൽ വസിക്കുന്നവർ, ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു ചെന്നുള്ളവർക്ക് ഹൃദയശുദ്ധിയില്ല. അവരുടെ ജീവിതത്തിൽ കളങ്കത മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. അവരുടെ ജീവിതത്തിൽ ഒരു സ്നേഹത്തിന്റെ പ്രവൃത്തികളില്ല. ഒരാൾ 1 ലക്ഷം തൊട്ട് വാശിയിൽ 2 ലക്ഷം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ദൈവം പറഞ്ഞു, ദൈവം ആത്മാവ്. ദൈവം വസിക്കുന്നത് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമസ്കരിക്കാൻ പറ്റും. അലങ്കാരങ്ങൾ നിറഞ്ഞ പള്ളികൾ, തെരുവോരങ്ങൾ, പലയിടങ്ങളും ദൈവത്തെ യേശുക്രിസ്തുവിന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദിനമായിട്ട് കൊണ്ടാടുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം എന്താണെന്ന് യേശുക്രിസ്തു പോലും അറിയുന്നില്ല. ഇത് എന്റെ ബർത്ത്ഡേ ഇതെന്താ സംഭവം എന്ന് പോലും യേശുക്രിസ്തു അറിയാത്ത ഒരവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് പലർക്കും അറിയില്ല എന്തിനാണ് ക്രിസ്മസ് കൊണ്ടാടുന്നത്, എന്തിനാണ് ന്യൂ ഇയറിനെ വരവേൽക്കുന്നത്. ഇത് പലർക്കും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, അലങ്കാരങ്ങൾ വേണ്ട എന്നല്ല, കൂറ്റൻ കെട്ടിടങ്ങൾ വേണ്ട എന്നല്ല, ഇതിലും അപ്പുറമായി ദൈവത്തെ നമസ്കരിക്കണം. ഹൃദയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ, ഹൃദയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ നമസ്കരിക്കുവാൻ, ഹൃദയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ കാണിക്കുന്ന സകലതും വൃഥാവാണ്. ഈ കാണിക്കുന്ന സകല കാര്യങ്ങളും വ്യർത്ഥമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവുമായിട്ടൊരു ബന്ധമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ബൈബിളുമായിട്ട് ഒരു ബന്ധവുമില്ല, വചനവുമായിട്ടൊരു ബന്ധവുമില്ലാതെ എന്തിനോ വേണ്ടി പണങ്ങൾ ചെലവാക്കുന്നു. നിങ്ങളെ പറ്റിക്കുന്ന ഒത്തിരി പുരോഹിതന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. എന്തിനോ വേണ്ടി പള്ളിക്ക് വേണ്ടി പണം ചെലവാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകും. വചനത്തിന്, പള്ളിയുടെ കെട്ടിടത്തിന് വേണ്ടി കൊടുക്കും. ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഈ കൊടുക്കുന്നതിലും അപ്പുറമായി നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവം പറയുന്നു, ദൈവം വസിക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാനാണ് ദൈവം പറയുന്നത്. ഈ കാണുന്ന ബാഹികമായ അലങ്കാരങ്ങളോ ബാഹികമായ കൂറ്റൻ കെട്ടിടങ്ങളോ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൗഢി കാണിച്ചേക്കാം. പക്ഷേ ദൈവത്തിന് മുമ്പ് പ്രൗഢിയല്ല. ദൈവം പറയും, നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കും. നിങ്ങൾ താഴ്മയുള്ളവരായെങ്കിൽ മാത്രമേ ദൈവം നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്രകാരം താഴ്മയോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനോട് സമർപ്പിച്ച്, ദൈവമേ അവന്റെ ഹൃദയത്തിൽ വസിക്കണമേ. ഈ കാണുന്ന ബാഹികമായ കെട്ടിടങ്ങളിലല്ല, എന്നിൽ സ്ഥിരമായി വസിക്കുവാൻ ദൈവമേ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായി തീരാം. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും